ഒരിക്കൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ വഴികളിലൂടെ നടന്നു. കുട്ടികളൊക്കെ മൈതാനിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആരവവും സന്തോഷവും നിറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു കുഞ്ഞ് മാത്രം കീറിയ വസ്ത്രമണിഞ്ഞ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കണ്ടപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു. കുഞ്ഞിനെ വിളിച്ച് ചോദിച്ചു, മോൻ എന്തിനാ കരയുന്നത്? കൂട്ടുകാരോടത്തെന്താ കളിക്കാത്തത്? കുഞ്ഞു മറുപടി പറയാതെ പൊട്ടിക്കരഞ്ഞു. കണ്ണീരോടെ പറഞ്ഞു, എനിക്കാരുമില്ല. എൻ്റെ വാപ്പ മുത്തുനബിയോടൊപ്പമുള്ള യുദ്ധത്തിൽ രക്തസാക്ഷിയായി. എൻ്റെ മാതാവിനെ മറ്റൊരാൾ വിവാഹം ചെയ്തു. എൻ്റെ സമ്പത്തെല്ലാം അവരെടുത്ത ശേഷം ഉമ്മയുടെ ഭർത്താവ് എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ആ കുഞ്ഞിനറിയില്ലായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, മോനെ, ഞാൻ നിനക്കായി നല്ല വസ്ത്രം വാങ്ങിത്തരാം. അതിലും വലിയൊരു കാര്യം വേണോ? മുഹമ്മദ് നബി നിന്റെ പിതാവായാൽ, ആയിഷ നിന്റെ ഉമ്മയായാൽ, ഫാത്തിമ നിന്റെ സഹോദരിയായാൽ, ഹസനും ഹുസൈനും നിന്റെ സഹോദരന്മാരായാൽ. ഇതൊക്കെ പറയുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അവൻ ചോദിച്ചു, ആ ഭാഗ്യം എനിക്ക് ലഭിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞു, തീർച്ചയായും, ഞാനാണ് മുഹമ്മദ് നബി. ആദ്യം കുഞ്ഞിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി. പിന്നീട് അവൻ്റെ ഹൃദയം നിറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞു ബാലൻ്റെ കൈപിടിച്ച് വീട്ടിലേക്ക് നടന്നു. അനാഥനായി വളർന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനാഥർക്കു നൽകിയ സ്നേഹം ആരും നൽകിയിട്ടില്ല.